മുഖ്യമന്ത്രിയായി എത്താൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് കെ.സി. വേണുഗോപാലാണ് കേരളത്തിലേക്ക് എന്ന് ഏകദേശം ഒളിഞ്ഞും തെളിഞ്ഞും പൊതിഞ്ഞും വാർത്തകൾ വരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 102 പേരെ ജയിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് കൊടുത്ത ജനങ്ങൾ, സാധാരണക്കാർ, വോട്ടർമാർ പൊട്ടന്മാരും വിവരമില്ലാത്തവരുമാണ് എന്ന് ഹൈക്കമാൻഡ് പറയണം. എന്തിനാണ് ഈ 102 വിജയിപ്പിച്ചത്? അതായത് 102 MLA-മാരെ പിണറായിയുടെ ഭീകര ഭരണത്തെ മാറ്റി പുതിയ ഭരണം കൊണ്ടുവരാൻ, ഒരു ജനകീയ ഭരണം കൊണ്ടുവരാൻ വേണ്ടി വിജയിപ്പിച്ചു വിട്ടപ്പോ അതിൽ നിന്ന് ഒരെണ്ണത്തിനെ പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ തക്കവണ്ണം വിവരവും വിവേകവും ഉള്ളത് ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെ, അങ്ങനെയാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതായത് ഈ 102 MLA-മാരിൽ കൊള്ളാവുന്ന ഒരുത്തൻ പോലും ഇല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ. അല്ല, ജനങ്ങളുടെ അവസ്ഥയാണ് ഞാൻ നോക്കുന്നത്. അതാണ് നോക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി എന്നുള്ളത് കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവരാം. പക്ഷെ ബാക്കിയുള്ള മന്ത്രിമാരായി അവരോധിക്കേണ്ടത് ഈ കഴിവില്ലാത്തവന്മാർ തന്നെയല്ലേ? അത് വി.ഡി. സതീശൻ, അല്ലെ രമേശ് ചെന്നിത്തലയായാലും ആരായാലും ഈ വിവരമില്ലാത്ത മുഴുവൻ ആൾക്കാരെയല്ലേ നമ്മൾ മന്ത്രിയായിട്ട് സഹിക്കേണ്ടത്. ഇവര് ആരെങ്കിലും ഒരാൾക്ക് വിവരവും ബോധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ഒരാളെ കെട്ടിയിറക്കില്ലല്ലോ, അല്ലേ? ഇനി ഒരു 5-6 മാസം ഇവരുടെ ഭരണം ഏത് ലെവലിലായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരും. ഒന്നല്ല, 2 തെരഞ്ഞെടുപ്പ് വരും. ഒന്ന് MP സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. പിന്നെ 102 MLA-മാരുണ്ടാക്കിച്ചിട്ടുണ്ട്, വോട്ട് കൊടുത്ത കുറെ അധഭാഗ്യം. അതിലേതെങ്കിലും ഒരുത്തനെ അങ്ങോട്ട് കൊല്ലും. അങ്ങനെ ആ നിയുക്ത MLA-യുടെ ശവമടക്കം നടത്തി ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വരും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പ് നമ്മുടെ ഖജനാവിൽ നിന്ന് കാശ് മുടക്കി ഉണ്ടാക്കേണ്ടി വരും. ഈ പൊറാട്ട് നാടകങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുമോ? ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. കണ്ണൂരിലും തളിപ്പറമ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. CPM-ന്റെ പ്രവർത്തകരുടെ പ്രവർത്തനം, അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണ് നടത്തിയത്? വലിയ പ്രചാരണം, വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കുക, എല്ലാം ചെയ്യാം. പക്ഷെ അവസാനം എന്തായി? വോട്ട് കിട്ടിയോ? ഇല്ല. വോട്ട് കോൺഗ്രസിന്റെ കൊട്ടയിലേക്ക് പോയി, അല്ലെങ്കിൽ CPM വിരുദ്ധരുടെ കൊട്ടയിലേക്ക് പോയി, വിമതരുടെ കൊട്ടയിലേക്ക് പോയി, വർഗവഞ്ചകരുടെ കൊട്ടയിലേക്ക് പോയി. അതല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ഇത്രയും പ്രചരണം നടത്താഞ്ഞിട്ടാണ്. അതുപോലെ ഒരു 5-6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി വി.ഡി. സതീശനും ബാക്കിയുള്ളവർ മുഴുവൻ കേരളം കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങും. അങ്ങനെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങി കെ.സി. വേണുഗോപാലിന് നല്ല സുഖമായി വീട് ഭരിക്കാനുള്ള അവസരം കൊടുക്കും. ആ സമയത്ത് വി.ഡി. സതീശനായിരിക്കും രക്ഷക വേഷത്തിൽ വീണ്ടും അവതരിക്കുന്നത്. അങ്ങനെ വി.ഡി. സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറാം. പറ്റുമെന്നുണ്ടെങ്കിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അന്നും തല്ലുകൂടാം. അങ്ങനെ ഡൽഹിയിൽ നിന്ന് മറ്റൊരാളെ കൂടി വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം. അങ്ങനെ അതായിരിക്കും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും 102 വിശ്വസിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചത് മണ്ടത്തരമായി എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ പുറത്തുണ്ട്. കോൺഗ്രസിന്റെ ചക്കളത്തെ പോരാട്ടം, അതായത് നാട്ടുകാരെ മുഴുവൻ നാണം കെടുത്തിയ, വോട്ടർമാരെ മുഴുവൻ നാണം കെടുത്തിയ ഈ പോരാട്ടം ഉണ്ടല്ലോ, ഈ എന്ത് കളി, ആ കളി അത് തന്നെ. അത് സഹിക്കാൻ വയ്യാതെ ഒരാളൊരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. MLA-മാരുടെ പിന്തുണ നോക്കിയാണ് അത്രേ കെ.സിയെ നിശ്ചയിക്കാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ MLA-മാരുടെ അഭിപ്രായം, MLA-മാരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാനേ MLA-മാർക്ക് അധികാരമുള്ളൂ. അത് ഈ കിഴങ്ങന്മാർ മനസ്സിലാക്കുന്നില്ല. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് MLA-ക്ക് പുറത്തുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നത് അത് ഹൈക്കമാൻഡാണ്. ഇവിടെ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാൽ ആയതുകൊണ്ട് കെ.സി. വേണുഗോപാലിന് അതും തീരുമാനിക്കാൻ കഴിയില്ല. മാത്രമല്ല, കെ.സി. വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തണം, നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തണം 6 മാസത്തിനുള്ളിൽ. ഇങ്ങനെ 100 പ്രശ്നങ്ങളുമുണ്ട്. മാത്രമല്ല, കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും പ്രതിപക്ഷങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എതിർക്കുകയും പിന്നെ രമേശിൻ്റെയും വി.ഡി. സതീശൻ്റെയും വിഭാഗം എതിർക്കുകയും ചെയ്യും. തോറ്റ് കുളം തോണ്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് MLA-മാരുടെ പിന്തുണ കാണിച്ച് ഞെളിയേണ്ട ഒരാവശ്യമില്ല. കാരണം MLA-മാരിൽ ഒരാളെ MLA മുഖ്യമന്ത്രിയാക്കാനേ MLA-മാർക്ക് അധികാരമുള്ളൂ. അത് മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഹൈക്കമാൻഡ് മനസ്സിലാക്കുമോ എന്തോ? എന്താ ഹൈക്കമാൻഡിന് അക്കാര്യം പറയാത്തത്? എന്താ ഹൈക്കമാൻഡ് പറയാത്തത്? കഷ്ടം തന്നെ. ഇവരെന്താ മിക്കവാറും കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആരെങ്കിലും പറ്റുമെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ചാൽ തർക്കമിടില്ല.
പ്രതീക്ഷകളോടെ പത്മനാഭൻ മാസ്റ്റർ റിട്ടയർഡ് കണ്ണൂർ. Different angles. Don't forget to subscribe and support this channel.